അരവിന്ദ് അങ്കിള്. അച്ഛാ, അങ്കിളിന് എന്താ ഒരു ടെൻഷൻ ഉള്ളതുപോലെ? ടെൻഷന് കാരണമുണ്ട് നന്ദന. നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ. എന്താ അങ്കിളെ, എന്തു പറ്റി? ഭൂമി പൂജയ്ക്ക് അഖില മിക്കവാറും വരും. അച്ഛാ, അമ്മ വരുന്നുണ്ടോ? അതെ, ആ വിലാസിനിയുടെ പണിയാ. അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അവള് ജയന്തിയെ കൊണ്ട് അഖില പൂജയ്ക്ക് പങ്കെടുത്തേ പറ്റൂന്ന് പറയിപ്പിച്ചു. മോശം പിടിച്ച സ്ത്രീയെ കൊണ്ടും. ഇത് നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യും അരവിന്ദ്? അങ്കിളെ, ഞാൻ എങ്ങനെയാ പൂജ? മോളെ, വിധി പോലെ കാര്യങ്ങൾ നടക്കൂ. അങ്കിളെ, ഞാൻ പൂജാ സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങും. അല്ലാതെ ഞാൻ നോക്കിയിട്ട് മറ്റു മാർഗങ്ങളൊന്നും കാണുന്നില്ല. അരവിന്ദ്, മോശമുള്ള സമയത്ത് വിളിച്ചാൽ കിട്ടില്ല. എന്തൊരു കഷ്ടമാണിത്. ഓ, അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ആന്റിക്ക്? ആ, ഓക്കെ ഓക്കെ. വളരെ ശ്രദ്ധാപൂർവം വേണം കാര്യങ്ങൾ നീക്കാൻ. കുറുക്കന്റെ തന്ത്രമാ ആ അരവിന്ദന്. പോരാത്തതിന് സുബ്രുവും കൂടെ ഉണ്ടല്ലോ. ആഹാ, അവളാള് കൊള്ളാലോ. ശരി ശരി, ആന്റിക്ക് അതിന് പറ്റും. എനിക്ക് ആ കാര്യത്തിൽ നല്ല ഉറപ്പാ. ആ, ശരി ശരി ആന്റി. അങ്കിൾ, ഇന്ന് എന്താ പതിവില്ലാതെ പകൽ? ഒന്നുമില്ല പ്രിയങ്കേ, ടെൻഷൻ വന്നാലേ എനിക്ക് രണ്ടെണ്ണം കഴിക്കണം. അതിനിപ്പോ പകലെന്നോ രാത്രിയെന്നോ അങ്ങനെയൊന്നുമില്ല. എന്തു പറയുന്നു, തൃച്ചംബരത്തെ സിംഹാസനം കൊതിക്കുന്ന വിലാസിനി തമ്പുരാട്ടി. ഭൂമി പൂജ മുടക്കിയോ നീ? ഭൂമി പൂജ സത്യമാണ്. നനവുണങ്ങാത്ത മണ്ണിൽ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും സാക്ഷി നിർത്തി പൂർവാത്മാക്കളുടെ അനുഗ്രഹം വാങ്ങി ആത്മസമർപ്പണത്തോടെ നടത്തുന്ന പൂജയാണ് ഭൂമി പൂജ. സർവദോഷങ്ങളും അകന്ന് തറവാടിന് ഐശ്വര്യമേകുമെന്ന കാര്യം തീർച്ച. അതുകൊണ്ട് തൃച്ചംബരത്തെ ഭൂമി പൂജ മുടങ്ങണം, മുടങ്ങിയേ പറ്റൂ. തൃച്ചംബരത്തെ മൂത്ത മരുമകളായ കല്യാണി ചെയ്യേണ്ട പൂജയാണെന്ന് ഗുരുജി പറഞ്ഞിട്ടും നന്ദനയാണ് തൃച്ചംബരത്തെ ഏക മരുമകളെന്ന് ആധികാരികമായി ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നന്ദനെ കൊണ്ട് പൂജ ചെയ്യിക്കാൻ ഒരുങ്ങിയിരിക്കുക അഖിലാണ്ടേശ്വരി. മൂത്ത മരുമകളായ കല്യാണി ചെയ്യേണ്ടിയിരുന്ന പൂജ നന്ദന ചെയ്താൽ കുടുംബത്തിന് ദോഷമാകുമെന്ന് ഗുരുജി ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞതാ. എന്നിട്ടും ആ വാക്കുകളെ പുറംകാലുകൊണ്ട് തട്ടിയെറിഞ്ഞിട്ടാ അഖില ഭൂമി പൂജയ്ക്ക് ഒരുങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പൂജ നടക്കണമല്ലോ അനന്തരവളെ. അതെ അങ്കിളെ, പൂജ നന്ദന തന്നെ ചെയ്യണം. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ഭൂമി പൂജയ്ക്ക് എത്തില്ല എന്ന് ഉറപ്പിച്ച് തന്ത്രത്തിലൂടെ ആ കല്യാണിയെ കൊണ്ട് പൂജ ചെയ്യിക്കാനുള്ള ഒരുക്കത്തിലാ നന്ദനിയും അരവിന്ദും. ഒരു കാര്യം സത്യമാ, ആ കല്യാണി തികഞ്ഞൊരു ഈശ്വരഭക്തയാ. അവൾ അമ്പലത്തിൽ വന്ന് കരളുരുകി പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ടാകുന്ന അനുഭവങ്ങൾ തെളിയിച്ചിട്ടുള്ളതാ. ദൈവത്തിങ്കിലേക്ക് മനസ്സിനെ ലയിപ്പിച്ചുള്ള പ്രാർത്ഥന, കളങ്കരഹിതമായ പ്രാർത്ഥന. അതുകൊണ്ട് അവളുടെ പ്രാർത്ഥന ദൈവങ്ങൾ കേൾക്കും.
അതുകൊണ്ട് കല്യാണി ഭൂമി പൂജ ചെയ്യരുത്. അങ്ങനെ സംഭവിക്കണമെങ്കിലേ ഈ പൂജയ്ക്ക് അഖില പങ്കെടുക്കണം. അതെ അങ്കിളെ. അത് തന്നെയാ ഞാൻ തൃച്ചംബരത്തെ വിലാസിനിയോടും പറഞ്ഞത്. എന്ത് വില കൊടുത്തും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ ഭൂമി പൂജ നടക്കുന്ന സ്ഥലത്തെത്തിക്കാൻ. അപ്പോ എന്നേക്കാൾ ഒരു മുഴം മുമ്പേ വിലാസിനി അവിടെ ഇല്ലാതിരുന്ന സമയത്ത് ജയന്തി ആ കൃത്യം നിർവഹിച്ചു കഴിഞ്ഞിരുന്നു. ജയന്തിയുടെ മുന്നറിയിപ്പ് അഖില വിശ്വസിച്ചിട്ടുണ്ടെന്നാ വിലാസിനി പറഞ്ഞത്. ശ്രീയേട്ടാ. പ്രിയങ്കേ, നീ എന്തിനാ എന്നോട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? പറയാം. ഇന്ന് തൃച്ചംബരത്ത് ഭൂമി പൂജയാ. അരവിന്ദോ അഖിലയോ കമ്പനിയിലേക്ക് വരില്ല. അതുകൊണ്ട് അവിടെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ശരി പ്രിയങ്കേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. അതെ, പങ്ക്ച്വാലിറ്റി അതാണ് അഖിലാണ്ടേശ്വരിക്ക് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഓഫീസിലെത്താൻ ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല. ശരി. പ്രിയങ്കേ, നാഗമഠം ഗോകുലത്തെ ഗിരിരാജവർമ്മ എന്നു പറയുന്നതിനേക്കാൾ ഇപ്പോൾ എനിക്കിഷ്ടം നാഗമഠത്തെ പ്രിയങ്കയുടെ മാതുലൻ എന്ന് പറയുന്നതാ. എനിക്ക് നന്നായി ബോധിച്ചു. ഇതാ പ്ലാൻ. വിജയം ഉറപ്പ്. അരവിന്ദ്, എന്തൊക്കെയാ ഇത്? എടി, ഞാൻ ഒരെണ്ണം തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ആന്റി എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്ത. കല്യാണിയോടുള്ള ദേഷ്യം കാരണം ആന്റി ആചാരക്രമങ്ങളെ മുഴുവൻ തെറ്റിക്കുക. എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അരവിന്ദ്. നീ ഗുരുജിയെ പോയി കണ്ട കാര്യം അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്ടാവുമെന്ന് നിനക്കറിയാലോ. അറിയാം എന്ന് വിചാരിച്ച് എനിക്ക് നിന്നെ പോലെ വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ല അരവിന്ദ്. കല്യാണിക്ക് പകരം ഞാൻ പൂജ ചെയ്ത് ഈ തൃച്ചംബരത്ത് എന്തെങ്കിലും ആപത്ത് സംഭവിച്ച ആര് സമാധാനം പറയും? എടീ, നീ വെറുതെ പേടിപ്പിക്കാതെ. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിച്ചാലോ? എടീ, അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന്. ഭൂമി പൂജ ചെയ്യേണ്ടത് തൃച്ചംബരത്തെ മൂത്ത മരുമകള്. അല്ലെങ്കിൽ ആന്റി പൂജ ചെയ്താലും മതിയല്ലോ. അതെന്താ ചെയ്യാത്തത്? ആന്റി പൂജ ചെയ്യട്ടെ. ഇവളിതെന്തോന്നു? എന്റെ നന്ദന, അതൊന്നും നടക്കൂല. നീ വേറെന്തെങ്കിലും ചെയ്യാണ്ടെങ്കിലും പറ. വേറൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്. പക്ഷേ അരവിന്ദ് വിചാരിച്ചാ പറ്റും. ഞാൻ വിചാരിച്ചാ പറ്റുന്നോ? അഖിലാന്റിയോട് തഞ്ചത്തില് നന്ദന പൂജ ചെയ്താൽ ശരിയാവില്ല, അമ്മ പൂജ ചെയ്താലേ ഫലം കാണൂന്ന് പറയണം. അയ്യടാ, അതൊന്നും ശരിയാവൂല. അയ്യടാ, അമ്മ ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അതൊന്ന് പിന്മാറുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ട് അതൊന്നും ശരിയാവില്ല. അതുകൊണ്ടാ. അരവിന്ദ് പ്ലീസ്, അരവിന്ദേ, എനിക്ക് വേണ്ടി അഖിലാന്റിയോട് ഒന്ന് പറയണം പ്ലീസ്. എന്റെ നന്ദന, ഞാനൊന്ന് പറയുന്ന കേക്ക് പ്ലീസ്.
ഇല്ലെങ്കിൽ വിധി പ്രകാരമുള്ള ഈ പൂജ ഞാനായിട്ട് തെറ്റിച്ച് ചെയ്ത അതിന്റെ ദോഷം എനിക്ക് നിനക്കുവാ. ആ ആ ഞാൻ പറയാം, പക്ഷെ അമ്മ കേൾക്കുന്നൊന്നും എനിക്കറിയില്ല. ആ ശ്ശെ. അമ്മയോട് ഇത് പറഞ്ഞ എന്താ മറുപടി എന്ന് അറിയാനും വയ്യ. എന്തൊരു കഷ്ടാണിത്. എന്തായാലും അവതരിപ്പിച്ച് നോക്കാം. ഓഡിറ്ററോട് ഞാൻ പറഞ്ഞ ഡോക്യുമെന്റ്സ് മെയിൽ ചെയ്യാൻ പറയൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി. ആ ശരി. എന്തു പറ്റി അരവിന്ദ്, നിങ്ങൾ ഇറങ്ങിയില്ലേ? അതമ്മേ എന്താ നീ മാത്രം റെഡിയായി വന്നത്? നന്ദന റെഡിയായില്ലേ? റെഡി. റെഡിയായി പിന്നെ താമസിക്കുന്ന എന്തിനാ? പൂജയ്ക്ക് സമയത്തിനങ്ങ് എത്തണ്ടേ? അതമ്മേ എന്താന്ന് വെച്ചാ ഒരു നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ മടിക്കാതെ പറയും. അതമ്മേ പൂജയില്ലേ? ഭൂമി പൂജ നന്ദനോട് ചെയ്യാൻ പറഞ്ഞല്ലോ, പിന്നെന്താ? അതമ്മേ ഭൂമി പൂജ. ഭൂമി പൂജ എനിക്കെന്തോ ഭൂമി പൂജ നന്ദന ചെയ്യുന്ന അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല. പൂജ നന്ദന ചെയ്യുന്നേക്കാൾ അമ്മ ചെയ്യുന്ന നല്ലതെന്ന് എനിക്ക്. കൊള്ളാം. നീ ഇപ്പൊ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ഉള്ളിലിരിപ്പ് എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടു. അയ്യോ ഞാൻ അതല്ല. വേണ്ട. ഭൂമി പൂജയുടെ കാര്യത്തിൽ ഗുരുജിയോട് വരെ ഞാൻ എന്റെ തീരുമാനം പറഞ്ഞതാ. പിന്നെ നിന്റെ ഒരു ഉപദേശം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ഒരേ ഒരു തീരുമാനമേ ഉള്ളൂ. ഇനി ഈ ശിരസ് അങ്ങ് പിളർന്നു പോകുമെന്ന് പറഞ്ഞാലും തീരുമാനിച്ചത് തന്നെയാ. നന്ദന തന്നെ ഭൂമി പൂജ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭൂമി പൂജ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് അനുസരിക്കാൻ വയ്യെങ്കിൽ അതൊക്കെ തുറന്നു പറയണം. എന്താ ഇത്? അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവന്റെ ഭാര്യയെ കൊണ്ട് ഭൂമി പൂജ ചെയ്യിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ചെയ്യുന്നതാണെന്ന്. അതിനെന്താ, അതും നല്ലതല്ലേ? അഖിലേക്ക് ഒരു വാക്കേ ഉള്ളൂ. നന്ദന, നീ അമ്മ പറഞ്ഞല്ലേ കേട്ടല്ലേ? പോവല്ലാതെ വേറെ നിവർത്തിയില്ല. വാ. അരവിന്ദ്, എന്താ ഈ പറയുന്നേ? ഞാൻ എങ്ങനെയാ? ഞാൻ ഈ പൂജ ചെയ്ത തറവാടിന്. എന്ത് തറവാട്? നീ പൂജ ചെയ്ത തറവാട് മുടിഞ്ഞു പോയാണ്. പോട്ടെ, അടിത്തറ ഉൾപ്പെടെ തകർന്ന് അടിയട്ടെ എന്നാണ് എല്ലാരും പഠിക്കൂ. മൂത്ത മരുമകൾ എന്നെ പൂജ ചെയ്യണമെന്ന് ഗുരുജി പറഞ്ഞിട്ട് അമ്മയ്ക്ക് അമ്മയുടെ പിടിവാശിയാണ് വലുതെങ്കിൽ പിന്നെ നിനക്കെന്തടി? ഇല്ല അരവിന്ദ്, അത് ശരിയാവില്ല. ഞാൻ വരില്ല. നന്ദന, എനിക്ക് പ്രാന്ത് പിടിച്ചിരിക്കും. വന്നേക്കണ എന്റെ കൂടെ. വാ. വരാൻ്റെ പറഞ്ഞ വരുന്നിടത്ത് വെച്ച് കാണാം. വാ. നിക്ക്, ഫോൺ എടുക്കട്ടെ. ഫോണും വാ.
എന്റെ ഭഗവാനെ, ഇന്ന് ഭൂമി പൂജയ. തൃച്ചംബരത്തെ സകല ദോഷങ്ങളും അകറ്റി നിർത്താനുള്ള ഭൂമി പൂജ. തൃച്ചംബരത്തിന് മേൽ പതിച്ച എല്ലാ ദോഷങ്ങളും മാറണം. അതിന് നീ അനുഗ്രഹിക്കണം ഭഗവാനെ. തൃച്ചംബരത്തേക്ക് കയറി ഇരുൾ മാറ്റി പ്രകാശം പരത്തണം. ഇനിയും പരീക്ഷണമരുതേ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്ത ജംബുഫലസാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. നന്ദന, നീ ആലോചിച്ചിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ ഒരു കാര്യമില്ല. നമ്മുടെ മുന്നിൽ മറ്റൊരു മാർഗവും. അരവിന്ദ്, നിറ മനസ്സോടെ ചെയ്യേണ്ടത് പൂജാകർമ്മം. എനിക്കതിനാവില്ല. നിർബന്ധിച്ച് പൂജ ചെയ്യിപ്പിക്കാൻ ഞാൻ എന്താ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ഇന്നലെ രാത്രി ഞാൻ ഇതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ നിന്നോട് പറഞ്ഞതല്ലേ. ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇതിനകത്തു നിന്നെ ഒഴിവാക്ക്. തൃച്ചംബരത്തെ മൂത്ത മരുമകളായ കല്യാണി ചെയ്യേണ്ട പൂജ ഞാൻ ചെയ്താ ദോഷഫലമേ ഉണ്ടാവുള്ളൂ എന്ന് ഗുരുജി പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. നന്ദന, നീ പറഞ്ഞതല്ല ഞാൻ അംഗീകരിക്കുന്നു. അതിന് പരിഹാരം ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞതല്ലേ. എടീ, നീ ഇപ്പൊ പറഞ്ഞില്ലേ നിറ മനസ്സോടെ പൂജ ചെയ്താലേ കാര്യങ്ങളൊക്കെ നടക്കുന്നു. എടീ, സ്വയം തെറ്റുവരുത്തി ചെയ്താലോ? എന്തേ അങ്ങനെ ചെയ്തൂടെ? അത് മാത്രമേ ഇതിനുള്ള ഏക പരിഹാരമുള്ളൂ. അരവിന്ദ്, നീ വിചാരിക്കുന്ന പോലെ കുട്ടിക്കളിയൊന്നും അല്ല ഈ പൂജകള്. പ്രത്യേകിച്ച് ഭൂമി പൂജ. എന്ത് പൂജ? തന്ത്രി ഇടത്തോട്ട് പൂടാൻ പറയുമ്പോ നീ വലത്തോട്ട് പൂടണം, അത്രേ ഉള്ളൂ. ചുമ്മാ തൊട്ടേനും പിടിച്ചാനൊക്കെ ഇത്ര പൂജകള്. ലോകത്ത് തൃച്ചംബരത്ത് മാത്രമേ ഉള്ളൂ ഇത്രയും പൂജകള്. എടീ, നീ തൽക്കാലം ഞാൻ പറഞ്ഞതുപോലെ കർമ്മങ്ങളൊക്കെ തെറ്റിച്ച് ചെയ്യേ. അപ്പൊ എല്ലാം ശരിയാവും. ഭഗവാനെ, വിളക്ക് കെട്ടുപോയല്ലോ. അശുഭ സൂചനയാ. ഇനിയും പരീക്ഷണം അവസാനിപ്പിക്കാറായില്ലേ ഭഗവാനെ? എന്തായി? ഇപ്പൊ കണ്ടില്ലേ, ചെയ്യാൻ പോകുന്നത് ഭൂമി പൂജയാണ്. അത് തെറ്റിച്ച് ചെയ്യണമെന്ന് അരവിന്ദ് പറഞ്ഞപ്പോഴേ എന്താ സംഭവിച്ചെന്ന് കണ്ടില്ലേ? ഇത് കുട്ടിക്കളി അല്ല അരവിന്ദ്. ബൈക്ക് വരെ വന്നപ്പോ മനസ്സൊന്ന് പതറിപ്പോയതാ. റിലാക്സ്. പൂജാകർമ്മങ്ങൾ ഒരു തടസ്സവും കൂടാതെ നടത്തി തരണേ വിഘ്നേശ്വര ഭഗവാനെ. അരവിന്ദ്, നമുക്ക് ഈ പൂജയ്ക്ക് പോണ്ട. നീ എന്തൊക്കെ പറയുന്നേ? പൂജയ്ക്ക് പോണ്ടെന്നോ? അതെ അരവിന്ദ്, എനിക്കെന്തോ ഭയം തോന്നുന്നു. നീ വണ്ടി തിരിച്ചെടുക്ക. നമസ്കാരം.
ഇന്നത്തെ ചികിത്സ നമുക്ക് ആരംഭിക്കാം. ശരി സ്വാമി. എന്റെ ചികിത്സാ രീതികളൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ അത്ഭുതം തോന്നിയേക്കാം. ഇങ്ങനെയും ചികിത്സകളോ എന്ന്. അതിശ്രേഷ്ഠനായ ഋഷികേശ സ്വാമികളുടെ രക്തമാണ് ഈ സിരകളിൽ ഓടുന്നത്. ഋഷികേശ സ്വാമികൾ കുഞ്ഞിനെക്കുറിച്ച് വിശദമായി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ബിസിനസ് മേഖലയിലെ അതികായൻ എന്ന അദ്ദേഹം വിശേഷിപ്പിച്ചത്. പക്ഷേ ഈ ചികിത്സയ്ക്ക് ആവശ്യമായ ആനന്ദിന്റെ ഒരു സവിശേഷതയും സ്വാമികൾ പറഞ്ഞു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതും അതുകൊണ്ടാണ് ഞാൻ ഈ പരീക്ഷണത്തിന് തയ്യാറായത്. ആനന്ദ് ആത്മവിശ്വാസത്തിന്റെ ആൾരൂപമാണെന്ന് സ്വാമികൾ പറഞ്ഞു. ആനന്ദിന്റെ കണ്ണുകൾക്ക് കാഴ്ച കിട്ടാൻ അതു മതി. വിശ്വാസത്തോടെ ഒരു മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ ആ മല മാറിപ്പോകുമെന്ന് ദൈവവാക്യം. വിളക്കുകളൊക്കെ തെളിയിച്ചു കഴിഞ്ഞാൽ ചികിത്സ ആരംഭിക്കാം. തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ സ്വാമി, ഒരു നിമിഷം. അവര് കാത്തിരിക്കും. കല്യാണി പൊയ്ക്കോ. കുഞ്ഞെവിടെ പോകുന്നു? ഒരു ഭൂമി പൂജയുണ്ട്. വളരെ നല്ല കാര്യം. ഈ സന്ദർഭത്തിൽ അത് അനിവാര്യം. ഭൂമിയെ തൊഴുന്നത് ശ്രേഷ്ഠം. കുഞ്ഞും പൊയ്ക്കോളൂ. തിരിച്ചു വരുന്ന വഴി കൂട്ടിയാൽ മതി. ശരി കല്യാണി. ഇനി പതുക്കെ കാല് നിവർത്തി കിടന്നോളൂ. കുറച്ച് താഴേക്ക്.